ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിൽ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു, അതായത് 4:30 എണീറ്റിട്ട് ഇതാ സാരി കൊടുത്ത് നിൽക്കുക കേട്ടോ. സാരി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഞാൻ എടുത്തേമ്മ ഇവരൊക്കെ പറഞ്ഞപ്പോൾ സാരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരി വേണോ, എനിക്കത് എന്താ പറയുക, സാരി എടുത്ത് കാണാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഉടുക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ. ചില ദിവസങ്ങൾ ഉറക്കം പോലും ഉണ്ടാവില്ല അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. എനിവേ എന്തായാലും തലേ ദിവസം അമ്മ എനിക്ക് പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എടുക്കാൻ. പിന്നെ അതിൻ്റെ സ്ഥിരം മേക്കപ്പ് ആണ്. പിന്നെ സ്ഥിരം മേക്കപ്പിൽ ഞാൻ പുതിയൊരു സാധനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, സ്ട്രോക്ക് ക്രീം വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. കുറേ നാളായി വാങ്ങിക്കണം വിചാരിച്ച് നിൽക്കുന്നത്, പക്ഷേ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇത് ഇത്ര പൊലിവിൽ ഞാൻ വാങ്ങിച്ചതാണ്, ഇതിപ്പോൾ ഇത് വലിയ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷേ പിന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു ഗ്ലൈസിങ്, അതിൻ്റെ ഒരു മാറ്റം പെട്ടെന്ന് മനസ്സിലാവും. കാരണം 2 ഭാഗം വെച്ച് ഞാൻ ചെയ്ത് നോക്കി. സാധാ ഒരു ഫൗണ്ടേഷനും ഇതൊക്കെ ഇട്ട് ചെയ്തപ്പോഴും അതുപോലെ തന്നെ സ്ട്രോക്ക് ക്രീം ഇട്ടിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും ആ ഒരു ഗ്ലൈസിങ് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കോപ്രായത്തരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് സാരിയിലായി, അതാണ് ആ ഒരു ചേഞ്ച് ഉണ്ടായത് കേട്ടോ. അപ്പം തന്നെ സോപ്പിട്ട് കഴുകിയപ്പോൾ അത് ശരിയായിട്ടോ. അത് പിന്നേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ആവില്ലായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി വണ്ടിയിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാവലറിലാണ് പോകുന്നതെങ്കിലും അത്ര ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, നിങ്ങളത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. സാധാരണ അതിൻ്റെ ഈ സീറ്റിൽ നന്ദോട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഡ്രൈവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി ഫ്രണ്ട് കയറിയിരുന്നു കേട്ടോ. മഴയിലൊന്നും പെടാതെ നല്ല ഭംഗിയായി തൊഴുതു പോരണം എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹൈലൈറ്റ് മാളാണ് കേട്ടോ. ഏറ്റവും വലിയ ഹൈലൈറ്റ് മാൾ നമ്മളെ നിലമ്പൂരിൽ വരാൻ നിൽക്കുകയാണ്. ഇതാ നമ്മളവിടെ എത്തിച്ചേർന്നു കേട്ടോ, തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇതവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഇതാട്ടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം നമ്മൾ കാണുന്നത് കേട്ടോ. കുറച്ച് നമ്മളവിടെ പിടിച്ചു നിർത്തിയിട്ടത്. സോ നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇതാ അമ്പലത്തിലേക്ക് കയറുകയാണ്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള അതിപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയോട് ചേർന്നിട്ടുള്ളൊരു അമ്പലമാണിത്. നമ്മളിവിടേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കോട നിറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. കുന്നിൻ്റെ മുകളിലുള്ള അമ്പലമായിട്ടത്. അതിമനോഹരമായിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കര ശാന്തതയായിട്ട് നമുക്കിവിടെ. ഞങ്ങൾ അമ്പലം കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് പോയിട്ടോ. പിന്നെ അതാ ഞങ്ങൾ ഉള്ളിലേക്ക് തൊഴുകാൻ വേണ്ടി കയറുകയാണ്. ഉള്ളിൽ ആദ്യം തൊഴുകണോ പുറത്ത് ചുറ്റണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അത് അവിടുത്തെ ഒരാൾ ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ അതാ നമ്മളതിന് തൊഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊഴുതപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, ശാന്തതയോട് കൂടിയിട്ട് നമുക്ക് സമാധാനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് രസമല്ലേ ഇത് കാണാൻ തന്നെ. അവിടുത്തെ ഒരാൾ പറഞ്ഞത് ആദ്യം ഉള്ളിൽ തൊഴുകാം അല്ലെങ്കിൽ പുറത്ത് തൊഴുതിട്ട് അങ്ങനെ വിടാം, എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഏതായാലും ഉള്ളിൽ തൊഴുതു. പിന്നെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പുറത്ത് വലം വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അമ്പലത്തിനകത്തെ ദൃശ്യങ്ങളാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നേക്കാൾ ഭംഗിയാട്ടോ ഈ ഒരു അമ്പലം. ഞങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചത് എന്തുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പേ ഇവിടെ വന്നില്ല, ഈ അമ്പലത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്നാട്ടോ ഞങ്ങൾ ചിന്തിച്ചത്. അമ്പലത്തിനകത്ത് വലം വെച്ചതിന് ശേഷം പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തൂടെ വലം വയ്ക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തും ഫോട്ടോയ്ക്ക് പറ്റിയിട്ടുള്ള ആംബിയൻസ് ആണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇല്ലേ കോഴിക്കോട്, അവിടെ പോകാൻ വേണ്ടി. അവിടെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് കാര്യങ്ങളായിരുന്നു കേട്ടോ. അവിടെ നിന്ന് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അമ്പലത്തിനോട് കയറി അമ്പലത്തിലും നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര കണ്ടോ അവിടെ ഭയങ്കര ഡ്രൈവിങ്ങിലാണ്. അവൾ മുക്കാ സമയം അവിടെ ഉണ്ടായിരുന്ന മുക്കാ ടൈമും അവളിവിടെ ഈ വണ്ടിയുമില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ 3-4 അതിൽ നിന്നൊക്കെ മാറി കയറി ഇറങ്ങിയ ഒരു പരിപാടി ഇതാ. പിന്നെ ഈ ഒരു ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങാൻ നേരത്ത് അവൾക്ക് അവിടെ തന്നെ ഇരിക്കണം, അങ്ങനൊരു മൈൻഡായിട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പേടി ഉണ്ടായിരുന്നു. ആ മുഖത്തുനിന്ന് എനിക്കത് വായിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നിന്നും. അവർ ഭയങ്കര ഹാപ്പിയാണ്. ഓരോ റൈഡിലും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ ഓരോ ടെഡി ബിയേഴ്സും കാര്യങ്ങളൊക്കെ ആ ചില്ലും കൂട്ടി കിടക്കുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്, പക്ഷെ അതൊന്നും എന്താ പറയുക കിട്ടില്ല നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോയിട്ടോ. ബീച്ചിൽ തന്നെ നമുക്ക് ആ നല്ല കാറ്റും ഒരു വെയിലും കാര്യങ്ങളും. ഉച്ചയ്ക്കാണ് എത്തിയെന്നുണ്ടെങ്കിൽ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു മഴയോട് കൂടിയിട്ടുള്ള കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സമാധാനമായിട്ട് നമ്മൾ ആ ബീച്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
ബീച്ചിൻ്റെ വിഷ്വൽസോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വ്ലോഗ് അവസാനിക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.